മാത്സ് നോട്ട് ഇത് എവിടെ പോയി കിടക്കുക? നാളെ ടീച്ചർ ഹോംവർക്ക് ചെക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞേ. എത്ര നോക്കിയിട്ടും കാണാനില്ലല്ലോ. ഇനി ചിലപ്പോ ആ ടിങ്കു ഞാൻ എടുത്തോ. ടിങ്കു, എന്തിനാടി പൊട്ടത്തി എന്നെ വിളിച്ചത്? ആരാടാ പൊട്ടത്തി? നീ കണ്ണാടി പോയി നോക്കാം, അപ്പൊ കാണാം ആരാ പൊട്ടത്തിന്ന്. ശരി, കളിയൊക്കെ നിർത്ത്. മര്യാദക്ക് പറഞ്ഞു എന്റെ മാത്സ് നോട്ട് നീ എവിടെയാടാ വെച്ചേ? ഇത്രയും നേരം എന്റെ പോക്കറ്റിലിരുന്ന് ഡാൻസ് കളിക്കായിരുന്നു. ഇപ്പൊ ഇറങ്ങി പോയിട്ടല്ലോ. പെട്ടെന്ന് പോയി കപ്പിടിക്കാം. എടാ ഒന്ന് പറ, എവിടെ വെച്ച്? നാളെ ടീച്ചറുടെ എനിക്ക് അടി കിട്ടും. പ്ലീസ് ഒന്ന് പറ. എന്റെ റൂമിൽ പോയി നോക്കിയോ, അവിടെ കിടക്കുന്നുണ്ട്, എടുത്തോ. ബാക്കി പേജുകളൊക്കെ എന്റെ ഡെസ്കിന്റെ മേലിരിക്കുന്നുണ്ട് കേട്ടോ, എടുത്തോ ഒട്ടിച്ചാൽ മതി. ഇനി നാളെ ആ ടീച്ചറുടെ എനിക്ക് നല്ലോണം പൊട്ടും. സോറി ചേച്ചി, ഞാൻ ഈ ഒരിക്കലും ഞാൻ ചെയ്യില്ല. പ്ലീസ് അമ്മയോട് പറയല്ലേ. എടാ ദുഷ്ട, നീ എന്താടാ ചെയ്തേ? അയ്യോ അമ്മേ രക്ഷിക്കണേ, ഞാൻ പോവാ. ടിങ്കു മോനെ, നിനക്ക് മാത്സ് അറിയോ? അറിയോന്നോ? ഞാൻ മാത്സിൽ പുലിയാങ്കളെ. എന്നാ ഞാൻ നിന്നൊരു മാജിക് ചെയ്യാം. വെറും മാജിക് അല്ല കേട്ടോ, ഒരു മാത്സിന്റെ മാജിക് ആണ്. ആദ്യം നീ 1 തൊട്ട് 20 വരെയുള്ള ഒരു സംഖ്യ വിചാരിക്കുക. അതിന്റെ കൂടെ 5 കൂട്ട്, അതിന്റെ കൂടെ ഒരു 20 കൂടി. ഇപ്പൊ മോനൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. അതിന്ന് ആദ്യം വിചാരിച്ച സംഖ്യ കുറയ്ക്കും. കുറയ്ക്കാന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യാൻ കേട്ടോ. ഇനി മോൻ വിചാരിച്ച സംഖ്യ ഞാൻ പറയും. ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ നോക്കണേ. ആൻസർ 25 അല്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നിനക്ക് പിന്നെ എത്രയാ കിട്ടിയേ? എടാ, ഞാൻ പുതിയ ഫോൺ എടുത്തു, ആപ്പിളിന്റെ ഐഫോൺ 15 പ്രോ മാക്സ്. ഓ, ഒരു ആപ്പിള്. നീ നോക്കിക്കോടാ, ഞാൻ വലുതായിട്ട് ആപ്പിളിനേക്കാളും വലിയൊരു കമ്പനി തുടങ്ങും. എന്നിട്ട് ഞാൻ അതിന് തണ്ണിമത്തങ്ങാന്ന് പേരിടും. ഓ, തണ്ണിമത്തങ്ങ പ്രോ മാക്സ്. അച്ഛാ, ഇന്ന് എന്നെ ടീച്ചർ ചീത്ത പറഞ്ഞു. നീ എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടുണ്ടാവും. ഇല്ലച്ചാ, ഞാൻ ക്ലാസ്സിൽ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ കിടന്നുറങ്ങായിരുന്നു. ഉണ്ണിക്കുട്ട, എന്നും അലാറം വെച്ചിട്ടാണോ ഉറങ്ങാൻ കിടക്കുന്നത്? അതെ സാർ, രാവിലെ അലാറം അടിക്കുമ്പോൾ ആരോ വെടിവെക്കുന്നത് പോലെ തോന്നും. അപ്പൊ ചാടി എണീക്കുമല്ലേ? ഇല്ല സാർ, വെടി കൊണ്ട് ചത്തതുപോലെ വീണ്ടും കിടക്കും.